കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ആർച്ചിൻ്റെ എലമെൻറ്റ്സ് പറഞ്ഞു. ഇൻട്രഡോസ് ആൻഡ് സോഫിറ്റ്, എക്സ്ട്രഡോസ്, വൗസോയിർ, ക്രൗൺ പറഞ്ഞു. കീ എന്താണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കീ സ്റ്റോൺ എന്താണെന്ന് പറഞ്ഞു. സ്പാൻഡ്രിൽ പറഞ്ഞു. സ്ക്യൂ ബാക്ക് എന്താണെന്ന് പറഞ്ഞു. ഹൗച്ച് പറഞ്ഞു. സ്പാൻ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു. റൈസ്, ഡെപ്ത്, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്താണ്. അതുപോലെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറഞ്ഞത്. ഷേപ്പ് അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് ആർച്ചിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാ പറഞ്ഞേ? ഏതൊക്കെയാ ടൈപ്സ്? സെഗ്മെന്റൽ ആർച്ച്, സെമി സർക്കുലർ ആർച്ച്, ബുൾസൈ ആർച്ച്, ഇൻവേർട്ടഡ് ആർച്ച്, ഓഗി ആർച്ച്. ഇതിൻ്റെയൊക്കെ ഫിഗറുകൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരെണ്ണം എക്സ്ട്രാ പറഞ്ഞു. എന്താണ്? ഹോഴ്സ് ഷൂ അല്ലെ? അതായത് എന്താണ്? കുതിരയുടെ കുളമ്പ് പോലെ വളഞ്ഞിരിക്കുന്ന ഷേപ്പിലുള്ള ആർച്ച്, അത്തരത്തിലുള്ള ആർച്ചിനെ ഹോഴ്സ് ഷൂ ആർച്ച് എന്നാണ് പറയുക. അതുപോലെ ബുൾസൈ ആർച്ച് കാണിച്ചു തന്നു. ഇൻവേർട്ടഡ് ആർച്ചുകൾ കാണിച്ചു തന്നു. ബ്രിഡ്ജിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇത് ഓഗി ആർച്ചാണ്. ഒരു കർവ്ഡ് കട്ടിങ് അതിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതിന് ഓഗി ആർച്ച് എന്ന് പറയുന്നത്. അല്ല, ആർച്ചുകളെയും പോലെ തന്നെയുള്ള എലമെൻസും എന്തിനുണ്ട്? ഓഗി ആർച്ചിനും ഉണ്ട്. അടുത്തെന്താണ്? അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സെൻറ്റേഴ്സ്, എത്രയൊക്കെ സെൻറ്ററുകൾ ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് നമ്പർ ഓഫ് സെൻറ്റേഴ്സ്. എത്രയൊക്കെയാ? 1 സെൻറ്റേർഡ് ആർച്ച്. 1 സെൻറ്റേർഡ് ആർച്ചിന് ഒരു എക്സാമ്പിൾ പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്താണ്? സർക്കിള്, അതായത് ബുൾസൈ ആർച്ച് അല്ലേ. പിന്നെ ഏതാ? സെമി സർക്കുലർ ആർച്ചും. അതെന്താണ്? 1 സെൻറ്ററിന് എക്സാമ്പിളാണ്. അടുത്ത എന്താണ്? 2 സെൻറ്റേർഡ് ആർച്ച്. 2 സെൻറ്റേർഡ് ആർച്ച് നമ്മളിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ. 2 സെൻറ്ററുകളാണ്. അതായത് ഒരു സ്പാൻ വരച്ചു, സ്പാൻ ഇങ്ങനെ വരച്ചു. ഒരു സെൻറ്റർ എ, മറ്റ് സെൻറ്റർ ബി ആണ്. എയിൽ കുത്തിയിട്ട് ബിയിൽ നിന്ന് ആർക്ക് വരച്ചു. ബിയിൽ കോമ്പസ് കുത്തിയിട്ട് എയിൽ നിന്ന് ആർക്ക് വരച്ചു. അതുപോലെ തന്നെ എന്താണ്? എക്സ്ട്രഡോസിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ടാവും, നമ്മൾ അതിനനുസരിച്ച് വരച്ചു. ഇങ്ങനെയാണ് എന്ത് കിട്ടുന്നത്? 2 സെൻറ്റേർഡ് ആർച്ച്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ആർക്കിൻ്റെ എയിൽ നിന്നാണ്, ഇവിടെ നിന്ന് വരുന്ന ആർക്ക്, ഇതിൽ നിന്നാണ് ബിയിൽ നിന്ന് വരുന്നത്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? 3 സെൻറ്റേർഡ് ആർച്ചും പറഞ്ഞു. 3 സെൻറ്റേർഡ് ആർച്ച് എങ്ങനെയാ? ത്രീ സെൻറ്റേർഡ് ആർച്ച് എങ്ങനെയാ പറഞ്ഞേ? സ്പാനിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് സ്പാൻ. അതായത് സ്പാൻ മൊത്തത്തിലുള്ള സ്പാനിനെ എന്ത് ചെയ്യും? 1/6 പാർട്സ് ആക്കി മാറ്റിയിട്ട് അതിലൊരു ഭാഗം ഈ ഓരോ എൻഡിൽ നിന്നുമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇപ്പം എ ബി എന്ന് പറയുന്നത് എന്താണ്? സി ഡി എന്ന് പറയുന്നത് എന്താണ്? 1/6 ഓഫ് സ്പാൻ അല്ലേ? സ്പാനിൻ്റെ 1/6 ഭാഗം. അതായത് സ്പാനിന് 6 ഭാഗമാക്കിയാൽ ഒരു ഭാഗമാണ് എന്ത്? എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നതും. ക്ലിയർ? അതുപോലെ റൈസ് നമുക്ക് തന്നിട്ടുണ്ടാവും, ക്വസ്റ്റ്യനിൽ ഉണ്ടാവും കേട്ടോ റൈസ് എത്രയാണെന്നുള്ളത്. ഇവിടെ നിന്നായിരിക്കും നമ്മുടെ സപ്പോർട്ടിങ് ഉണ്ടായിരിക്കുക, അതായത് അബട്ട്മെൻറ്റ് അല്ലെങ്കിൽ വാളുകൾ ഉണ്ടായിരിക്കുക. ഓക്കെ. റൈസിന്റെ ആവശ്യമില്ലല്ലോ മാം. അത് 1 കോമ്പസ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് കിട്ടൂലേ? എന്താ? റൈസിന്റെ ആവശ്യമില്ലല്ലോ ഇതില്. റൈസിന്റെ ആവശ്യമില്ല. നമ്പർ 1 കോമ്പസ് കൊടുത്തു കഴിഞ്ഞാൽ ആർക്ക് കിട്ടൂലേ? അതായത് എങ്ങനെ ഈ നിങ്ങൾക്ക് എങ്ങനെ ഈ ഫസ്റ്റ് പോയിന്റ് ഈ സെന്റർ കിട്ടിയത്? സെന്ററിലെ മാം 1/6. 1/6 എന്നായിട്ട് ബിയും സിയും മാർക്ക് ചെയ്തു.
ഈ ഫസ്റ്റ് എന്നുള്ളത് അത് ഈ സെൻറ്റർ എങ്ങനെ കിട്ടിയത്? 6 ഈ 2ലും 3ലും വെച്ച് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ് കിട്ടൂല. 2ലും 3ലും വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കിട്ടുക ഇല്ലല്ലേ? ഓക്കെ. അപ്പൊ റൈസ് ഉണ്ടാവും, ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ എന്തായാലും റൈസ് തന്നിട്ടുണ്ടാവും. റൈസ് തരാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അതായത് ഡാറ്റയിൽ മെയിനായിട്ട് തരിക സ്പാൻ തരും. എത്രയാണ് സ്പാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ റൈസ് തന്നിട്ടുണ്ടാവും. ഡെപ്ത് ഉണ്ടെങ്കിൽ ഡെപ്ത് തന്നിട്ടുണ്ടാവും. ഡെപ്ത് നമുക്ക് ശരിക്കും ആവശ്യമില്ലല്ലോ. ഡെപ്ത് നമുക്ക് സെക്ഷനിൽ എലവേഷനിൽ വരയ്ക്കാനുണ്ടാവില്ല. അല്ലെങ്കിൽ എലവേഷനിൽ നമുക്ക് ഡെപ്ത് കാണിക്കാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഡോസിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് തന്നിട്ടുണ്ടാവുക. അതായത് ഇത് വേണമല്ലോ, ഈ വിഡ്ത്ത് വേണ്ടേ? അതും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ബി എന്ന് പറഞ്ഞതിൽ കുത്തിയിട്ട് എയിൽ നിന്ന് ആദ്യം ആർക്ക് വരയ്ക്കും. അതിനുശേഷം ഫസ്റ്റ് സെൻറ്റർ അതായത് 1 പറഞ്ഞ പോയിന്റിൽ നിർത്തിയിട്ട് ഇങ്ങനെയായിരിക്കും വയ്ക്കുക. പിന്നെ എന്തായിരിക്കും? സി എന്ന് പറഞ്ഞ പോയിന്റിൽ കുത്തിയിട്ട് ഡി വരെ വരയ്ക്കും. എന്നിട്ട് ബാക്കി എക്സ്ട്രാ ഡോസിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ബിയിൽ കുത്തി ഇവിടെ വരെ വരയ്ക്കും. പിന്നെ എയിൽ കുത്തി ഇവിടെ വരെ ഫിനിഷ് ചെയ്യും. പിന്നെ വീണ്ടും സിയിൽ കുത്തി ഇത് ഫിനിഷ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഇൻട്രഡോസിന് എന്തിട്ടാണോ ചെയ്ത് അതേ സെയിം താനം തന്നെ എക്സ്ട്രാ ഡോസിൻ്റെ വിഡ്ത്തും ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. അതായത് ഇതിന് 3 സെൻറ്ററുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പേരെന്താണ്? 3 സെൻറ്റേർഡ് ആർച്ച് കേട്ടോ. നമുക്കിത് ഡ്രോയിങ്ങിൽ വരയ്ക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എത്ര ഡ്രോയിങ് വരക്കാനുണ്ടാവും നമുക്ക് എക്സാമിന്? എക്സാമിന് നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ഷീറ്റുകൾ ഒന്ന് ഡോറും വിൻഡോയാണ്. അതായത് നിങ്ങൾ വരയ്ക്കുന്ന ഷീറ്റുകളുടെ എണ്ണം അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് 7 ടോപ്പിക്കുകളാണ് ഉള്ളത് വിത്ത് ലെറ്ററിങ്ങും കൂടെ. അങ്ങനെ 8 നമ്പർ ഷീറ്റുകളാണ് വേണ്ടത്. അത് നിങ്ങൾ ചിലപ്പോൾ വരയ്ക്കുമ്പോൾ ഒരു ഷീറ്റിൽ തന്നെ ഒതുങ്ങാതെ വേറെ ഷീറ്റ് ആവശ്യം വരും ഒരു ടോപ്പിക്കിന് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് 1-2 ഷീറ്റ് ചിലപ്പോൾ കൂടുതൽ വരും. മനസ്സിലായോ? നിങ്ങൾക്ക് ടോപ്പിക് അനുസരിച്ച് 8 ഷീറ്റുകളെ വരയ്ക്കാനുള്ളൂ. 8 നമ്പർ ഓഫ് ടോപ്പിക്സുകളാണ് ഉള്ളത്. ഡോറ്, വിൻഡോ, റൂഫ്. അപ്പോൾ ഡോറ്, വിൻഡോ എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കാണ്. അതിലെന്തായാലും ഡോറ് ഒരെണ്ണത്തിൽ വരയ്ക്കണം, വിൻഡോ വേറൊരു ഷീറ്റിൽ വരയ്ക്കണം. അതുപോലെ റൂഫുകൾ വരയ്ക്കാനുണ്ട്, റൂഫിൻ്റെ ട്രസ്സുകൾ വരയ്ക്കാനുണ്ട്, ആർച്ച് വരയ്ക്കാനുണ്ട്, മെയ്സൺറി വരയ്ക്കാനുണ്ട്. ഫൗണ്ടേഷൻ വരയ്ക്കാനുണ്ട്, ലെറ്ററിങ്ങും. അങ്ങനെ 8 ഷീറ്റുകളാണ് ഉള്ളത്. 8 ടോപ്പിക്സുകളാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ സിവിലിൻ്റെ ഡ്രോയിങ്സ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഷീറ്റിൽ വരച്ച് ഫയൽ ചെയ്ത് ഫ്രണ്ട് പേജ് സർട്ടിഫൈ ചെയ്ത് റെക്കോർഡ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ സർട്ടിഫൈ ചെയ്ത് കൊണ്ടുപോകാനുള്ളതാണ്. അല്ല, എക്സാമിന്റെ ടൈമിൽ നമുക്ക് ഇത്രയും ഡ്രോയിങ് ചെയ്യാനുണ്ടാവില്ലല്ലോ. ഇല്ല, എക്സാമിന് ചെയ്യാനുണ്ടാവില്ല. എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒരു 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ ചോദിക്കും. സർവേ പ്രാക്ടിക്കലിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ സർവേ പ്രാക്ടിക്കൽ ചെയ്യിപ്പിക്കാം. അല്ലാതെ ചിലപ്പോൾ പ്രൊസീജിയർ മാത്രം, ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ മാത്രം എഴുതി വൈവ ചോദിച്ചിട്ടായാലും വിടാം. സർവേ ചെയ്യിക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ചെയ്യിപ്പിക്കണമെങ്കിൽ അവർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് എക്സാമിന് സിവിലിൻ്റെ അതായത് ട്രേഡ് തിയറി എക്സാമിന് സിവിലിൻ്റെ ഡ്രോയിങ് ഉണ്ടായിരിക്കും, സർവേ ലാബ് ഉണ്ടായിരിക്കും. അതിൽ സിവിലിൻ്റെ ഡ്രോയിങ്ങിന് എന്തായാലും ഫുള്ള് ചോദിക്കില്ല. 8 ടോപ്പിക്കേ ഉള്ളൂ. അതിൽ നിന്ന് എന്തായാലും ഫുള്ള് ചോദിക്കില്ല. ഏതെങ്കിലും 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ ആയിരിക്കും ചോദിക്കുക. ചിലപ്പോൾ ഒരു ആർച്ച് വരയ്ക്കാനായിരിക്കും, ഏതെങ്കിലും ഒരു ടൈപ്പ് ആർച്ച് വരയ്ക്കാനായിരിക്കും. ചിലപ്പോൾ മെയ്സൺറി പറയും. ഇംഗ്ലീഷ് ബോണ്ടിൽ 1 ബ്രിക്ക് വാളോ 1.5 ബ്രിക്ക് വാളോ വരയ്ക്കാനായിട്ട് പറയാം. അതുപോലെ ഒരു ഡോറ് വരയ്ക്കാൻ പറയാം, അല്ലെങ്കിൽ ഒരു വിൻഡോ. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ ഒരു 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ ചോദിക്കുള്ളൂ. അതൊക്കെ വരയ്ക്കാനുള്ള ടൈം തന്നെ ഉണ്ടാവുള്ളൂ. 2.5 മണിക്കൂർ 3 മണിക്കൂർ എക്സാമിൽ പകുതി ഡ്രോയിങ്ങും പകുതി സർവേയും ചെയ്ത് തീരണ്ടേ. അത്രയൊക്കെ തന്നെ ചോദിക്കുള്ളൂ.
അത് നമ്മൾ പാസ്സാവാനുള്ള മാർക്ക് ആയിണ്ടാവും. ആ അതെ. അതായത് ഡ്രോയിങ് നമുക്ക് എളുപ്പമാണ്. ആകെ ഒരു 8 ടോപ്പിക്കുള്ളൂ. അതിൽ നിന്ന് ഏത് വേണമെങ്കിലാണ് ചോദിക്കുക. 8 ടോപ്പിക്കുകൾ വരച്ച് പഠിച്ച് പോകാനായിട്ടൊരു ബുദ്ധിമുട്ടും ഇല്ല. ഡാറ്റാസ് അവർ തന്നിട്ടുണ്ടാവും, അതനുസരിച്ച് വരയ്ക്കുക. പിന്നെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ സ്റ്റെയർ കേഴ്സ് മാത്രമാണ്. ഒരു 3 ടൈപ്പ് സ്റ്റെയർ വരുന്നുണ്ട്. ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ, ഹാഫ് ടേൺ സ്റ്റെയർ, 3/4 സ്റ്റെയർ. സ്റ്റെയറുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ പ്ലാനും സെക്ഷണൽ എലവേഷനുമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. ആ ഡ്രോയിങ് മാത്രമേ ബുദ്ധിമുട്ട് വരാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ആർച്ചൊക്കെ സിമ്പിളാണ്. ആർച്ച് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് മേടിക്കാം. അതാണ് നമ്മൾ 3 സെൻറ്റേർഡ് ആർച്ചിൻ്റെ കാര്യം പറഞ്ഞത്. അടുത്ത എന്താണ്? 3 സെൻറ്റർ കഴിഞ്ഞാൽ 4 സെൻറ്റർ ആർച്ച്. എന്താ 4 സെൻറ്റർ ആർച്ചിൽ വരുന്നത്? നോക്കിയേ, 4 ഭാഗമാക്കാണ് ചെയ്യുക. എത്ര ഭാഗം? 4 ഭാഗം. അതായത് സ്പാനിനെ നമ്മൾ എന്ത് ചെയ്യും? കളർ മാറ്റും. സ്പാനിനെ എന്ത് ചെയ്യും? AD എന്ന് പറഞ്ഞതാണ് സ്പാൻ. സ്പാനിനെ നമ്മൾ എന്ത് ചെയ്യും? 4 ഭാഗമാക്കും. അതിൽ ഓരോ ഭാഗം നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്ത പോലെ Bയും C ആയിട്ട് മാർക്ക് ചെയ്യും. അതിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്യും. അടുത്ത് എന്ത് ചെയ്യും? ഇതിൻ്റെ ഒരു ഡെപ്ത്ത് നമുക്ക് തന്നിട്ട്, അതായത് എത്ര ഹൈറ്റിലാണെന്നുള്ളത് തന്നിട്ടുണ്ടാവും. അതനുസരിച്ച് എന്ത് മാർക്ക് ചെയ്യും? പോയിന്റുകൾ മാർക്ക് ചെയ്യും. അപ്പോൾ ഈ സെക്കൻഡിൻ്റെ ആയിരിക്കും എങ്ങോട്ട് വരിക? ഇവിടത്തെ കേട്ടോ, അതായത് ഇവിടെ നിന്നുള്ളത്. ഇതിൻ്റെ ആയിരിക്കും വേറെ കുറച്ച്. അതായത് 2ൻ്റെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക? ഇവിടെ കണ്ടോ, ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാനായിട്ടുണ്ടാവുക. അതുപോലെ 3ൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ, ഇതാണ് റേഡിയസ് വരുന്നത്, ഇങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യാനുണ്ടാവുക. ക്ലിയർ ആണോ? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ Bയും Cയും ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 4 ഭാഗമാക്കണു. 2 എൻഡിൽ നിന്നും, അതായത് 2 Aയിൽ നിന്നും Dയിൽ നിന്നും 1/4 എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യണു. കഴിഞ്ഞതിൽ പറഞ്ഞ പോലെ ആദ്യം B സെൻറ്റർ ആക്കിയിട്ട് Bയിൽ കോമ്പസ് കുത്തി Aയിൽ നിന്ന് വരയ്ക്കുന്നു, ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ Cയിൽ നിന്നും ആർക്ക് വരയ്ക്കുന്നു. താഴേക്കുള്ള പോയിന്റുകൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് വരയ്ക്കണം. അതായത് ഓപ്പോസിറ്റ് ആണ് എന്ന് കാണിക്കാനാണ് ഞാൻ ഇങ്ങനെ 2 കളറിൽ കാണിച്ചു തന്നത് കേട്ടോ. ഓപ്പോസിറ്റിൽ നിന്ന് ഫസ്റ്റ് ആർക്ക് വരയ്ക്കുമ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ അവസാനിപ്പിക്കണം ആർക്കിന്റെ ലെങ്ത് തരുമോ? എന്താ ഫസ്റ്റത്തെ ആർക്ക് വരയ്ക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ ഇവിടുന്ന് ബിയിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് ഒരു ലൈൻ വരയ്ക്കും. അതായത് ബിയിൽ നിന്ന് 3ലേക്ക് ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈൻ വരെ ഈ ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കേണ്ട ലൈനുകളാണ്. ഇങ്ങനെ നീണ്ടു പോവും. മനസ്സിലായോ? ഇതിൽ മാറ്റി കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ ലൈൻ ഇങ്ങനെ പോയിട്ടില്ലേ, അവിടം വരെ വരയ്ക്കണം നമ്മൾ. അവിടെ മുട്ടിക്കഴിഞ്ഞാൽ നിർത്താം. അതായത് ബിയിൽ കുത്തിയിട്ട് എന്താ ഇതിന്റെ ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ടാവും. അതായത് ഈ ഒരു 2, 3 മാർക്ക് ചെയ്യേണ്ട പോയിന്റ്സ്. മനസ്സിലായോ?
ആ ഡെപ്തിൽ നിന്ന് ലൈൻ വരയ്ക്കണു. നമുക്കിത് ശരിക്ക് ഇങ്ങനെ 4 സെൻറ്റേഡ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണ് വരിക. ഒരു എലിപ്റ്റിക്കൽ ഷേപ്പാണ് വരിക. അതായത് എലിപ്റ്റിക്കൽ ആർക്ക് എന്നും പറയും 4 സെൻറ്റേഡ് ആർച്ചിനെ കേട്ടോ. അപ്പോൾ എലിപ്റ്റിക്കൽ ആർച്ച് എന്നാണ് പറയുക. അപ്പോൾ അത് വരയ്ക്കുന്നത് വേറൊരു രീതിയിൽ നമുക്ക് വരയ്ക്കാം സിമ്പിളായിട്ട്. ഇതുപോലെ തന്നെയാണ് ഡ്രോയിങ്ങിൽ നമുക്ക് വരയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ ഡ്രോയിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടിയും അതിനെക്കുറിച്ച് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. അടുത്തത് നോക്കിയേ, എന്താ വരുന്നത്? 5 സെൻറ്റേഡ് ആർച്ച്. നോക്കിയേ, എന്താണ്? ഇതാണ് സ്പാൻ. സ്പാനിനെ എന്ത് ചെയ്യുന്നു? 1/5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 1/5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്ത് കൊടുക്കുന്നു? ഇവിടെ 1, 2, 3, 4. ഇവിടെ തൊട്ടൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1, 2, 3, 4, 5. ഇത് 6ാമത്തെ പോയിന്റ്. അതായത് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 പോയിന്റ്സ് നമുക്ക് കിട്ടുമല്ലോ. ക്ലിയർ ആണോ? സ്പാനിനെ 1/5 ആക്കണു. അതായത് സ്പാനിനെ 5 ഭാഗങ്ങളാക്കണു. ഓക്കെ. ഓരോ പോയിന്റിനും ഓരോ നമ്പറുകൾ ഇട്ട് കൊടുക്കണു. എന്നിട്ട് എന്താ ചെയ്യുക? ഫസ്റ്റത്തെ ആർക്ക്, ഇതൊക്കെ താഴേക്കാണ് കേട്ടോ വരയ്ക്കുന്ന ആർക്ക്. ഫസ്റ്റത്തെ ആർക്ക് എങ്ങനെ ചെയ്യും? 6ൽ കുത്തിയിട്ട് എയിൽ നിന്ന് ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യും. അതുപോലെ തന്നെ എയിൽ കുത്തിയിട്ട് 6ൽ നിന്ന് ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്യും. ഇവിടെ ഒരു പോയിന്റ് കിട്ടുമല്ലോ. മനസ്സിലായില്ലേ ആ ആർക്ക് എങ്ങനെ വന്നേന്നുള്ളത്? ക്ലിയർ അല്ലേ? അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചാലാണ് ഇങ്ങനെ വരുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? വീണ്ടും അടുത്ത ആർക്ക് വരയ്ക്കണം. 2ഉം 5ഉം 2ഉം 5ഉം നേരത്തെ വരച്ച പോലെ തന്നെ 5ൽ കുത്തി 2ൽ നിന്ന് മാർക്ക് ചെയ്യണു. രണ്ടിൽ കുത്തി 5ന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയോ? ആദ്യം 1ഉം 6ഉം ആയിരുന്നു, പിന്നെ 2ഉം 5ഉം. ക്ലിയർ ആണല്ലോ? സ്ക്രീനിൽ വന്നില്ലേ വരച്ചത്? എനിക്ക് വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അടുത്ത എന്ത് ചെയ്യും നമ്മള്? ആദ്യം തൊട്ട് തുടങ്ങണോ? സ്ക്രീന് പോയി പോയോ? സ്ക്രീൻ പോയോ? സ്ക്രീൻ പോയോ? എനിക്ക് കാണുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കണത്. അപ്പൊ അതായത് ആദ്യത്തെ ആർക്ക് ആദ്യം സ്പാനിന് നമ്മൾ എന്താക്കുന്നു? 5 ഭാഗമാക്കി ഡിവൈഡ് ചെയ്യുന്നു. 1/5. അതാണ് 1, 2, 3, 4, 5, 6 നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്സ്. അതായത് 5 ഭാഗമാക്കുമ്പോൾ 6 പോയിന്റുകൾ നമുക്ക് കിട്ടും. ഒരു ലൈനിനെ 5 ഭാഗമാക്കുമ്പോൾ 6 പോയിന്റ്സ് നമുക്ക് കിട്ടും. 1, 2, 3, 4, 5, 6 മാർക്ക് ചെയ്തു. ആദ്യം 1ഉം 6ഉം ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എന്ത് ചെയ്യും? 1ഉം 6ഉം
6 പോയിന്റ് എന്ത് ചെയ്യും, താഴേക്ക് ആർക്ക് കട്ട് ചെയ്യണം. അതായത് 1-ൽ കുത്തിയിട്ട് 6-ൽ നിന്ന് ആർക്ക് കട്ട് ചെയ്യണു. അതുപോലെ 6-ൽ കുത്തിയിട്ട് 1-ൽ നിന്ന് ആർക്ക് കട്ട് ചെയ്യണു. ക്ലിയർ ആണോ? അതുപോലെ തന്നെ അടുത്ത പോയിൻ്റാണ് 2-ഉം 5-ഉം. 2-ഉം 5-ഉം 2-ൽ കുത്തിയിട്ട് 5-ൽ നിന്ന് ആർക്ക് വരയ്ക്കണു. 5-ൽ കുത്തിയിട്ട് നേരത്തെ ചെയ്ത പോലെ 2-ൽ നിന്ന് ആർക്ക് കട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? അല്ല, 3, 4 അതേപോലെ അല്ല. 1, 6 ചെയ്തു, 2, 5 ചെയ്തു. ഇങ്ങനെയാണ് നമുക്ക് താഴേക്ക് ആർക്ക് കട്ട് ചെയ്യേണ്ടത്, കട്ട് ചെയ്തു പോകുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയ പോയിന്റിൽ ഉണ്ടല്ലോ, മഞ്ഞോണ്ട് എൻ്റെ മാർക്ക്, ലേറ്റസ്റ്റ് കിട്ടിയ പോയിന്റ് ഉണ്ടല്ലോ, അതായത് ആർക്ക് കട്ട് ചെയ്തപ്പോൾ കിട്ടിയ പോയിന്റ് ഇല്ലേ, 2ഉം 6ഉം. 2ഉം 6ഉം കട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് 2-ലേക്കും 6-ലേക്കും തന്നെ ലൈൻ വരയ്ക്കണം. 2, 6ഉം കിട്ടിയ പോയിന്റിൽ നിന്ന് 2-ലേക്കും 6 എന്ന് പറഞ്ഞ പോയിന്റിലേക്കും ലൈൻ നീട്ടി വരയ്ക്കണോ. കണ്ടോ? ക്ലിയർ ആയോ? ആ, ഇനി എന്താ ഇതിൽ ലൈൻ ഉള്ളത്? 6ഉം 2-ലേക്കും 5-ലേക്കും ആണ് കേട്ടോ. 2ഉം 5ഉം കോയിൻസൈഡ് ചെയ്ത പോയിന്റിൽ നിന്ന് 2-ലേക്കും ആണോ, 2-ലേക്കും 5-ലേക്കും ലൈൻ വരയ്ക്കണോ. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 2ഉം 5ഉം കൂടി മേക്ക് ചെയ്ത പോയിന്റ്, അതായത് അത് 2ഉം കൂടി ആർക്ക് കട്ട് ചെയ്തപ്പോഴാണല്ലോ നമുക്ക് പോയിന്റ് കിട്ടിയത്. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് 2-ലേക്കും 5-ലേക്കും തന്നെ ലൈൻ വരയ്ക്കണോ. തെറ്റില്ലല്ലോ? ആ, അടുത്ത എന്താണ്, നമുക്ക് ആദ്യം കിട്ടിയ പോയിന്റ് ഉണ്ട് 1ഉം 6ഉം. അതിൽ നിന്ന് എന്ത് ചെയ്യണം, അതിൽ നിന്ന് ബാക്കിയുള്ള പോയിന്റ് ആയിട്ടുള്ള 3ഉം 4-ലേക്കും വേണം ലൈൻ വരയ്ക്കാൻ. എന്താണ് 3ഉം 4ഉം. ക്ലിയർ ആയോ? ബാക്കി വന്ന പോയിന്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ബാക്കിയുള്ള പോയിന്റ് 3ഉം 4ഉം ആണ്. അതിലേക്ക് ലൈൻ വരച്ചു. ക്ലിയർ ആണോ? ഇതിൽ വരുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? 2 ഒരു പോയിന്റ്, ഒരു സെന്റർ. പിന്നെ ഏതാണ്? ഇവിടെ മാർക്ക് ചെയ്ത പോയിന്റ്, അതായത് ആ മഞ്ഞയും നീലയും കൂടി വരച്ച പോയിന്റ് ഇല്ലേ, ആർക്ക് കട്ട് ചെയ്ത പോയിന്റ് അല്ല, നമ്മൾ നീട്ടി വരച്ച ലൈനുകൾ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിന്റ്. അങ്ങനെ 2 പോയിന്റും കിട്ടും. അതായത് 2-ലേക്കും 5-ലേക്കും വരച്ച പോയിന്റും 3-ലേക്കും 4-ലേക്കും വരച്ച പോയിന്റുകളും തമ്മിൽ കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ആ പോയിന്റാണ് എന്ത്, സെൻറ്റർ പോയിന്റുകളിലെ 2ഉം 3ഉം പോയിന്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മഞ്ഞ മേക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അതാണ് ഒരു പോയിന്റ്. അതായത് മഞ്ഞ കോയിൻസൈഡ് ചെയ്തില്ലേ, യെല്ലോ ആദ്യമേ തന്നെ കോയിൻസൈഡ് ചെയ്ത പോയിന്റ്, അതാണ് ഏറ്റവും സെൻറ്ററിലെ പോയിന്റ്. ഏറ്റവും സെൻറ്ററിലെ പോയിന്റ്, അതായത് ഈ സെൻറ്റർ പൊസിഷനിൽ ഹൈറ്റ് വരുന്ന പോയിന്റ്. പിന്നെ ഏതാണ് പോയിന്റ്? 5. കണ്ടോ? ഇതിലിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം 2ഉം 5ഉം എന്തായാലും സെൻറ്ററായിട്ട് വരും, നമുക്കറിയാം. കാരണം ഇതുവരെ നമ്മൾ വരച്ച ആർച്ചിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അല്ലേ. എൻഡ് പോയിന്റിൽ നിന്ന് നമ്മൾ വരുന്ന പോയിന്റുകൾ എന്തായാലും സെൻറ്ററുകളായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇന്ന് എന്ത് ചെയ്യും, ആദ്യത്തെ സെൻറ്റർ ആയിട്ടുള്ള 2-ൽ നിന്ന് എയിൽ കുത്തിയിട്ട് ഈ മഞ്ഞ ലൈൻ വരെ വരയ്ക്കും. അപ്പോൾ 2 എന്ന് പറഞ്ഞ സെൻറ്ററിലെ കാര്യം കഴിഞ്ഞു.
അതായത് രണ്ടാമത്തെ പോയിന്റിൽ നിൽക്കുന്ന സെൻറ്റർ. അടുത്തത് എന്താണ് ഇത് കേട്ടോ. ഇപ്പോൾ ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്ത ഈ പോയിന്റ്, അതിൽ നിന്ന് എന്ത് ചെയ്യും, അവിടെ കുത്തും. ബാക്കി വന്ന മഞ്ഞയിൽ നിന്ന് ഇവിടം വരെ നീല വര വരയ്ക്കും. പിന്നെന്താണ്, പിന്നെ ഈ പോയിന്റാണ്, അതായത് മഞ്ഞ കണക്ട് ചെയ്ത ഈ പോയിന്റ്. സ്ക്രീൻ വരുവേ. വന്നോ? ഇല്ല. എന്താണ് പറ്റിയത്? ഞാനിപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം പോകും. ലെഫ്റ്റ് ആയില്ല, ഞാൻ കീപ്പ് ചെയ്തിട്ട് ചെയ്യാം. വന്നില്ലേ സ്ക്രീൻ? ഇനി എന്ത് ചെയ്യും, ആദ്യത്തെ രണ്ട് സെൻറ്ററിൽ നിന്ന് വരച്ചത് മനസ്സിലായില്ലേ? ആദ്യത്തെ രണ്ട് സെൻറ്ററുകൾ. ആ, അടുത്തത് ഏത് സെൻറ്ററാണ് വരിക? ഉണ്ടല്ലോ, അപ്പോൾ അടുത്ത ഏതാണ്? യെല്ലോ മാർക്ക് ചെയ്ത പോയിന്റ്, യെല്ലോ കോയിൻസൈഡ് ചെയ്ത പോയിന്റ് ഒരു സെൻറ്റർ ആണല്ലോ. ആ സെൻറ്ററിൽ നിന്ന് ആർക്ക് വരച്ചു, അടുത്ത ബ്ലൂ വരെ. ഇനി ഏതാണ് സെൻറ്റർ? ഒരു യെല്ലോയും ബ്ലൂവും മേക്ക് ചെയ്ത ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു, അത് നാലാമത്തെ സെൻറ്റർ. ബാക്കി ഫിനിഷ് ചെയ്ത് കൊടുക്കണു. അടുത്തത് വീണ്ടും 5-ലൊരു സെൻറ്റർ ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയല്ലോ? ഇനി എന്ത് ചെയ്യും, എക്സ്ട്രാ ഡോസിൻ്റെ വിഡ്ത്ത് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ വിഡ്ത്ത് നമ്മൾ എന്ത് ചെയ്യും, പുറത്തേക്ക് വരച്ച് കൊടുക്കും. എന്നിട്ട് ഈ സെയിം സംഭവം തന്നെ എല്ലാ സെൻറ്ററുകളും ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യും. ഇൻട്രഡോസ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ എക്സ്ട്രാ ഡോസും ചെയ്തു കൊടുക്കും. ഇവിടെയാണ് നമുക്ക് സപ്പോർട്ടുകൾ വരിക. വോൾ അല്ലെങ്കിൽ അബട്ട്മെൻറ്റ് ഇവിടെയാണ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമുക്ക് ആർച്ചിൽ പഠിക്കാനുള്ളത്. ശരിക്ക് ടൈപ്സ് ഓഫ് ആർച്ചും അത് 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരെണ്ണം ഉള്ളത് മെറ്റീരിയൽസ് യൂസ്ഡാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്? ബ്രിക്ക്, സ്റ്റോണ്, കോൺക്രീറ്റ്. ഇത് 3ഉം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആർച്ച് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അതായത് ക്ലാസിഫിക്കേഷനാണ് മെയിൻലി പഠിക്കാനുള്ളത്. 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. എങ്ങനെയാണ്? ഷേപ്പ്, ഫ്ലാറ്റ് ആർച്ച്, സെഗ്മെൻ്റൽ ആർച്ച്, സെമി സർക്കുലർ ആർച്ച്, ഓഗി ആർച്ച്, ബുൾസൈ ആർച്ച്, ഹോഴ്സ്ഷൂവിൻ്റെ ഷേപ്പിലുള്ള ആർച്ച്. ഇതാണ് ഷേപ്പിൽ വരുന്നത്. നമ്പർ ഓഫ് സെൻറ്റേഴ്സ് അനുസരിച്ച് എത്രയുണ്ട്? 5 എണ്ണം അല്ലേ? 1 സെൻറ്റേർഡ്, 2 സെൻറ്റേർഡ്,
3 centered, 4 centered ആൻഡ് 5 centered ആർച്ച്. അതൊക്കെ ഇങ്ങനെ വരയ്ക്കാമെന്ന് നോക്കി. ഇതെന്താണ് മെറ്റീരിയൽസ് യൂസ്. മെയിൻലി നമ്മൾ യൂസ് ചെയ്യാൻ 3 മെറ്റീരിയൽസ് ആണ് ആർച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുക. ഏതൊക്കെയാ? ബ്രിക്ക്, സ്റ്റോണ് ആൻഡ് കോൺക്രീറ്റ്. സ്റ്റീലിൽ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു റൂഫ് പോലെ അല്ലെങ്കിൽ റൂഫ് ട്രസ് അങ്ങനെയാണ് പറയുക. ഒരു ട്രസ് എന്നേ പറയുള്ളൂ നമ്മൾ അതിന് ശരിക്കും സ്റ്റീലിൻ്റെ ഇതുകൊണ്ട് ചെയ്യുമ്പോൾ. അങ്ങനെ ആർച്ച് എന്നല്ല പറയുക, ട്രസ് എന്നാണ് പറയുക അതിന്. ഷേപ്പ് ആർച്ചിൻ്റെ ഷേപ്പ് ആണെങ്കിലും അത് ശരിക്ക് റൂഫ് ട്രസ്സാണ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന 3 മെറ്റീരിയൽസ് ആഡ് ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് ചോദിക്കുക അതിൽ നിന്ന് ആർച്ചിനെ ക്ലാസിഫൈ ചെയ്യാൻ പറയും, ഡിഫറെൻറ്റ് ടൈപ്സിൽ ക്ലാസിഫൈ ചെയ്യാൻ പറയും. അത് ഏതൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്യാനും പറയും. അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 3 ടൈപ്പ് ആർച്ചോ 4 ടൈപ്പോ 5 ടൈപ്പോ ആർച്ച് ലിസ്റ്റ് ചെയ്യാൻ പറയും. അതിൽ നിന്ന് ഏതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. 5 സെൻറ്ററുകൾ അനുസരിച്ച് പറയാം, അതുപോലെ ഷേപ്പ് അനുസരിച്ച് പറയാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെറിയൊരു ടോപ്പിക്കാണ്, ചെറിയൊരു സെക്ഷൻ മാത്രമേ ഉള്ളൂ ആർച്ചിൻ്റെ ഇതിൽ. നമുക്ക് ഇത്രയേ പഠിക്കാനുള്ളൂ. ഇത്രയും ഇല്ല, നമ്മൾ കുറച്ചൊക്കെ ഞാൻ കൂടുതൽ ആഡ് ചെയ്തേക്കണതാണ്. പിന്നെ ഇതുപോലെ ആർച്ചിൻ്റെ എലമെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാം. ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയണം. എലമെൻറ്റ്സ് ഏതൊക്കെയാ? ഇൻട്രഡോസ്, എക്സ്ട്രഡോസ്, കീ, വൗസോയർ, ഹൗച്ച്, സ്ക്യൂ ബാക്ക്, അബട്ട്മെൻറ്റ്, സ്പ്രിങ്ങിങ് ലൈൻ, റൈസ്, സ്പാന്, സ്പാൻഡ്രില്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആർച്ചിൻ്റെ ഇതിൽ വരുന്നത്. അടുത്ത ടോപ്പിക്ക് നമുക്ക് വരുന്നത് ഡാം പ്രൂഫ് കോഴ്സാണ് കേട്ടോ. എന്താ ഡാം പ്രൂഫ് കോഴ്സ്? വാട്ടർ പ്രൂഫിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലേ? അതായത് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോയ്സ്ചറിനെ എന്ത് ചെയ്യുക? പ്രതിരോധിക്കുക. എന്താ? മോയ്സ്ചറിൽ നിന്ന് നമ്മുടെ സ്ട്രക്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡാം പ്രൂഫിംഗ് എന്ന് പറയാം. അതായത് ട്രീറ്റ്മെൻറ്റ്സ് ഗിവൺ ടു വേരിയസ് പ്ലേസസ് ഓഫ് ബിൽഡിംഗ് സ്ട്രക്ചർ ടു കീപ് വാൾസിൽ കൊടുക്കും. പിന്നെ എവിടേക്ക് കൊടുക്കുക? വാൾസിൽ നമ്മൾ എവിടെ നിന്നോ നല്ല നോയ്സ് വരുന്നുണ്ടല്ലോ. വാൾസിൽ കൊടുക്കും. പിന്നെ എവിടേക്ക് ഡാം പ്രൂഫിംഗ് ചെയ്യാം? നിങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ടോ? ഫ്ലോറിൽ ചെയ്ത് കൊടുക്കും. ബേസ്മെൻറ്റിൽ, അതുപോലെ റൂഫ് സ്ലാബിൽ അല്ലേ? റൂഫ് സ്ലാബുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പാരപ്പറ്റ് വോളും വരുന്നിടത്താണ് ചെയ്ത് കൊടുക്കുക അല്ലേ? റൂഫ് സ്ലാബും പാരപ്പറ്റ് വോളും വരുന്നിടത്ത്. അവിടെയൊക്കെ നമ്മുടെ വാട്ടറിൻ്റെ അല്ലെങ്കിൽ മോയ്സ്ചറിൻ്റെ പ്രസൻസ് കൂടുതലുള്ള സ്ഥലങ്ങളാണ്. എവിടുന്നോ നല്ല നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ മോയ്സ്ചറിൻ്റെ അറ്റാക്കൊക്കെ എവിടേക്കാണ് വരുന്നത്, അതിനെതിരെ നടത്തുന്ന ട്രീറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ, അതായത് മോയ്സ്ചർ എഫക്റ്റ് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ ഏത് ഭാഗത്താണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അവിടെയൊക്കെ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്തു കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ഡാം പ്രൂഫിംഗ് എന്ന് പറയുക. ക്ലിയർ ആണോ? ഡാം പ്രൂഫിംഗ് നിങ്ങൾക്ക് അറിയായിരിക്കും, വർക്ക് ചെയ്യുന്നവർക്ക്
അറിയായിരിക്കും. ബേസ്മെൻറ്റിൽ കൊടുക്കും, ഫ്ലോറിൽ കൊടുക്കും, അതുപോലെ എവിടേക്കാ ടോയ്ലറ്റിൻ്റെ അവിടെ, വാളിൽ, പിന്നെ റൂഫ് സ്ലാബും പാരപ്പറ്റ് വോളും കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് അവിടേക്ക് വെള്ളം, അതായത് മോയ്സ്ചർ, റെയിൻ വാട്ടർ തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള പ്ലേസുകളാണ്. അതായത് റെയിൻ വാട്ടർ പെനിട്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സൺഷെയ്ഡ് വോള്, ആ വോളും സൺഷെയ്ഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ജോയിൻസിൽ നിന്ന് കൂടെ വാട്ടർ പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലുള്ളതാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, വാട്ടർ റെസിസ്റ്റിംഗ് ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ മോയ്സ്ചർ റെസിസ്റ്റിംഗ് ട്രീറ്റ്മെൻറ്റ്സ്, മോയ്സ്ചറിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിങ്ങിന് നമ്മൾ എക്സ്ട്രാ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, അത് നമ്മൾ പെയിൻറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇല്ലേ? അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ്, വാട്ട് ഈസ് ഡാം പ്രൂഫിംഗ് കോഴ്സ്? അതായത് എന്താ, DPC എന്നാ പറയുക, ഡാം പ്രൂഫ് കോഴ്സ്. എന്താ DPC എന്ന് കേൾക്കുമ്പോൾ എന്താണ്, ഡാം പ്രൂഫ് കോഴ്സ്. നമ്മൾ ഷോർട്ടായിട്ടേ പറയുള്ളൂ, മുഴുവനായിട്ട് ഇങ്ങനെ ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറയുക DPC അല്ലേ. എന്താ POP? പ്ലാസ്റ്റർ ഓഫ് പാരീസ്. എന്താ ഈ ബെൽറ്റ് ഇട്ടതിന് മുകളിലൊക്കെ DPC ചെയ്യണ്ടല്ലോ. അപ്പോൾ DPC നമുക്ക് എത്രത്തോളം മോയ്സ്ചർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ചെയ്ത് കൊടുക്കുമ്പോൾ, സാധാരണ അങ്ങനെ ചെയ്ത് കൊടുത്ത് അത്ര അധികം പെനിട്രേറ്റ് ചെയ്ത് വരാറില്ല വാട്ടർ. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ ബേസ്മെന്റിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതായത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഈ താഴെയുള്ള വാട്ടർ മുകളിലേക്ക് കാപ്പിലറി റൈസ് കേട്ടിട്ടില്ലേ? അതായത് മണ്ണിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെ ഗ്യാപ്പിലൂടെ താഴെയുള്ള വാട്ടർ മുകളിലേക്ക് ഉയരാൻ കാപ്പിലറി റൈസ് എന്ന് പറയാം. അതുവഴി വാട്ടർ ബേസ്മെന്റിലേക്ക് കയറും. അപ്പോൾ ബേസ്മെന്റിൽ നമ്മളും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. കൂടുതലായി DPC ഇപ്പോ ബെൽറ്റ് വാർത്തതിന് ശേഷം അത് ചെയ്യുന്നുണ്ട് മിക്കവരും. അതായത് ഈ കാപ്പിലറി റൈസ് കാരണമാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് കാപ്പിലറി റൈസ് ആണ് കൂടുതൽ. വാട്ടർ ലെവലൊക്കെ ഉയർന്നിരിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ എന്തായാലും ചെയ്യണം. കാരണം ഈ കാപ്പിലറി റൈസ് പെട്ടെന്ന്, അതായത് വാട്ടർ ലെവൽ കൂടുമ്പോൾ കാപ്പിലറി റൈസ് പെട്ടെന്ന് ഉണ്ടാവും. DPC ചെയ്ത് കഴിഞ്ഞാൽ ഈ അടിയിലെ ചുമരിലുള്ള അതായത് ഇങ്ങനെ പൊളിഞ്ഞ് പെയിന്റ് ഒക്കെ ഇങ്ങനെ ഇളകി ഇങ്ങനെ വരുന്നൊരു കാര്യം കണ്ടിട്ടില്ലേ നിങ്ങൾ? അതായത് ഫ്ലോറിനോട് ചേർന്നിട്ടുള്ള ഇപ്പൊ ടൈലൊക്കെ ഇട്ടതാണെങ്കിൽ ആ ടൈലിങ്ങനെ മുകളിൽ നമ്മൾ വെച്ച് കൊടുക്കില്ലേ? അതായത് താഴെ മാത്രമല്ല, കുറച്ച് ഭാഗം നമ്മൾ മുകളിലേക്കായിട്ട് ചെയ്തു കൊടുക്കും. അതിന് തൊട്ട് മുകളിലായിട്ട് ഈ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അതായത് വെള്ളം നനഞ്ഞ് കുതിർന്ന് ആ പെയിന്റ്, അതുപോലെ പ്ലാസ്റ്റർ എല്ലാം ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കും. അതെ, അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നാണ് പറയുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ DPC കൊടുക്കുക. DPC നമ്മൾ ഷോർട്ടായിട്ടേ പറയുള്ളൂ, DPC ഡാം പ്രൂഫ് കോഴ്സ്. ഇമ്പോർട്ടൻസ് ഓഫ് DPC ഇൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. എന്താ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്? നമ്മളത് ചെയ്തു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാ? മോയ്സ്ചറിനെ റെസിസ്റ്റ് ചെയ്യുക പിന്നെന്താ, ബിൽഡിങ്ങിനെ ലോങ് ലാസ്റ്റിംഗ് ആക്കുക. അതായത് കൂടുതൽ ലൈഫ് സ്പാൻ കൊടുക്കുക ബിൽഡിങ്ങിന്, അല്ലെങ്കിൽ ആ സ്ട്രക്ചറിന് കൂടുതൽ ഡ്യൂറബിലിറ്റി കൊടുക്കുക. പിന്നെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി, അതായത് ഒരു സ്ഥിരത കൊടുക്കുക സ്ട്രക്ചറിന്. സ്ട്രക്ചറൽ ഡാമേജുകൾ ഇല്ലാതാക്കുക. ഓക്കെ, അതുപോലെ തെർമൽ ഇൻസുലേഷൻ. എന്താ ഇൻസുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, കണ്ടക്ടേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. എന്താ ഇൻസുലേറ്റേഴ്സ്? പല ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്താ ഇൻസുലേറ്റേഴ്സ്? കടത്തി വിടാത്തത്, അതായത് ചാലകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടത്തി വിടുന്നതാണ്.
ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, ഹീറ്റ് ആയിക്കോട്ടെ, കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടക്റ്റൻസ് ഉള്ളതാണെന്ന് പറയാനുള്ള കാരണം എന്താ? പാസ് ചെയ്ത് കടത്തിവിടുന്ന മെറ്റീരിയൽസ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മാത്രം കടത്തിവിടുന്നത്. ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? പാസ് ചെയ്യാത്ത, അതായത് സൗണ്ട് ഇൻസുലേഷൻ ചെയ്യാം. അത് ഡാം പ്രൂഫ് കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഇൻസുലേഷനും കൂടുന്നാണ് പറയുന്നത്. അതായത് സൗണ്ടിന് റെസിസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഓവർവ്യൂ ഓഫ് ദി ടോപ്പിക്. നിങ്ങൾക്ക് പഠിക്കാൻ ഡാം പ്രൂഫ് കോഴ്സിൽ പഠിക്കാനുള്ള ഒന്നാണ് എന്ത്? നെസസിറ്റി ഓഫ് ഡാം പ്രൂഫ് കോഴ്സ്. അല്ലെങ്കിൽ ഡാം പ്രൂഫിങ് ചെയ്യേണ്ട ആവശ്യകത, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. സിലബസിൽ ചോദിച്ചിട്ടുള്ള മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള ഡാം പ്രൂഫിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് നെസസിറ്റി ആണ്. ഓക്കെ, എന്താണ് ഫസ്റ്റ് പോയിന്റ് നോക്കിയേ? പ്രിവെന്റ് റൈസിങ് ഡാം ഫ്രം ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നിന്നുള്ള മോയ്സ്ചറിൻ്റെ ഈ കാപ്പിലറി റൈസ് ഞാൻ പറഞ്ഞു. ഗ്രൗണ്ടിൽ നിന്ന് വരിക എപ്പോഴും എങ്ങനെയാണ്? കാപ്പിലറി റൈസ് വഴിയാണ് വരിക. അതായത് മണ്ണിൻ്റെ അല്ലെങ്കിൽ എർത്തിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പുകളിലൂടെ വാട്ടർ ഇങ്ങനെ ഉയർന്നു വരിക. അതായത് മണ്ണ് ഇളക്കിയിട്ടിട്ടുള്ള മണ്ണാണെങ്കിൽ എന്ത് സംഭവിക്കും? പെട്ടെന്ന് അത് വരും, പെട്ടെന്ന് കാപ്പിലറി റൈസ് ഉയരാൻ തുടങ്ങും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാ? താഴേന്ന് ഗ്രൗണ്ടിൽ നിന്നുള്ള വാട്ടറിൻ്റെ ഇതുപോലുള്ള കാപ്പിലറി റൈസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് എന്ത് കൊടുക്കുക? ഡാം പ്രൂഫ് നമ്മൾ കൊടുക്കാതെ എവിടെയാണ്? ബേസ്മെൻറ്റിൽ അല്ലേ, കാപ്പിലറി റൈസൊക്കെ. അതുപോലെ എങ്ങനെയാണ് റൂഫ് സ്ലാബിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക? റെയിൻ വാട്ടർ ആയിരിക്കും അല്ലേ? റെയിൻ വാട്ടർ പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്? സൺഷെയ്ഡിലും വോളിലും കണക്ട് ചെയ്യുന്ന ജോയിൻറ്റ് അല്ലേ? എവിടെയാണ് ജോയിൻസ്? ഇതുപോലെ ഇതാണ് സൺഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് സൺഷെയ്ഡ് അല്ലേ? ഈ വോളിൻ്റെ ഈ ഒരു ജോയിൻറ്റിൽ എന്ത് സംഭവിക്കും? റെയിൻ വാട്ടർ പെനിട്രേറ്റ് ചെയ്യും. മനസ്സിലായോ? സൺഷെയ്ഡും വോളും നമ്മൾ കണക്ട് ചെയ്യുന്ന ജോയിൻസിലൂടെ റെയിൻ വാട്ടർ പെനിട്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നല്ല, പെനിട്രേറ്റ് ചെയ്യും. നമ്മൾ എത്ര പ്ലാസ്റ്ററിങ് ചെയ്തു എന്ന് പറഞ്ഞാലും, പിന്നെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള പെയിൻറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതും ഒരു ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, എന്താണ്? പ്രൊട്ടക്ട് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ദി ബിൽഡിംഗ്. എന്താണ് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി? അതാ സ്ട്രക്ചറിൻ്റെ സ്ഥിരതയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എന്ത്? ഡാം പ്രൂഫ് കോഴ്സ്. ക്ലിയർ ആണല്ലോ? അടുത്തെന്താണ്? പ്രിവെൻസ് ഡീക്കേ, കൊറോഷൻ ആൻഡ് മോൾഡ് ഗ്രോത്ത്. എന്താണ്? അതായത് നമ്മൾ ടിമ്പറൊക്കെ ചെയ്യില്ലേ, ടിമ്പർ വർക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? വിൻഡോൻ്റെ ഫ്രെയിം അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ടിമ്പർ കൊണ്ട് ചെയ്തിട്ടുണ്ടാവും. അതിനൊക്കെ എന്താണ്? നശിക്കും. അതായത് അതിൻ്റെ സെല്ലുകളും കാര്യങ്ങളും നശിച്ച് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ കൊറോഷൻ. എന്താ കൊറോഷൻ? തുരുമ്പ്. പിന്നെന്താണ്? മോൾഡ് ഗ്രോത്ത്. എന്താണ് മോൾഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ മോയ്സ്ചറിൻ്റെ പ്രസൻസിൽ അവിടെ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? എന്താ ക്ലിയർ ആയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ, അതായത് ഈ മോയ്സ്ചറിൻ്റെ കണ്ടന്റ് ഉണ്ടാകുമ്പോൾ ഇൻസെക്ട്സുകൾ എന്തായാലും ഉണ്ടാവും, അതിൻ്റെ ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഈ മോയ്സ്ചറിൻ്റെ കണ്ടന്റ് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, പ്ലാസ്റ്റർ ചെയ്ത സർഫസ് ആയിക്കോട്ടെ, പെയിൻറ്റ് ചെയ്ത സർഫസ് ആയിക്കോട്ടെ, ഏത് സർഫസ് ആണെങ്കിലും മോയ്സ്ചർ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഇൻസെക്ട്സുകൾ ഉണ്ടാവും. അതായത് നമ്മൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കാം, ചിലപ്പോൾ കാണാൻ പറ്റാത്ത ഇൻസെക്ട്സുകളായിരിക്കാം, അതിൻ്റെയൊക്കെ കൂടുകളുണ്ടായിരിക്കാം, അതിൻ്റെയൊക്കെ ചുറ്റുപാടുകൾ ഉണ്ടാവുന്ന കാര്യങ്ങളുണ്ടാവും, പൂപ്പായികളുണ്ടാവും.
ഓക്കെ, അതിൻ്റെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും? ഡാം പ്രൂഫ് കോഴ്സ് ചെയ്തു കൊടുക്കും. അടുത്ത എന്താണ്? എൻഹാൻസ് ഡ്യൂറബിലിറ്റി ആൻഡ് ലൈഫ് സ്പാൻ ഓഫ് ദി സ്ട്രക്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ്? സ്ട്രക്ചറിൻ്റെ ഡ്യൂറബിലിറ്റി കൂട്ടുക, അതുപോലെ തന്നെ എന്താണ്? ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക. ലൈഫ് സ്പാൻ എന്താണ്? ഡ്യൂറബിലിറ്റി തന്നെയാണ് അല്ലേ? അതിൻ്റെ സ്ഥിരത നിലനിർത്തിക്കൊണ്ട് ആ സ്ട്രക്ചറിന് ഡാമേജുകളൊന്നും ഇല്ലാതെ സംരക്ഷിക്കുക. എൻഹാൻസ് ഡ്യൂറബിലിറ്റി ആൻഡ് ലൈഫ് സ്പാൻ ഓഫ് ദി സ്ട്രക്ചർ. ഇതാണ് നെസസിറ്റി പറയുന്നത്. അതായത് ഇത് ചെയ്തു കൊടുക്കേണ്ട ആവശ്യകത, ഡാം പ്രൂഫ് ചെയ്തു കൊടുക്കുന്നതിൻ്റെ ആവശ്യകത. ടീച്ചർ, ഈ ഫില്ലറിനൊക്കെ അടിയിൽ പോകണം, ഭൂമിക്ക് അടിയിൽ പോകണതിന്റെ മുകളിൽ പേപ്പർ ഡാം പ്രൂഫിന്റെ ഒരു മെറ്റീരിയൽ ചെയ്യലോ? ഒരു ടാർ ഷീറ്റ്, ഒരു ടാർ കോട്ടിംഗ്, ബിറ്റുമിനസ് നമ്മൾ കൊടുക്കും. അത് ഈ ഡാം പ്രൂഫിൽ പെട്ടതല്ലേ? അതെ, ബിറ്റുമിനസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒന്നാണ്. കണ്ടോ? ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ബിറ്റുമിനൻ ഷീറ്റുകൾ കണ്ടോ? കേരളത്തിൽ, ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്യുന്നത് ബിറ്റുമിനൻ ഷീറ്റുകൾ. എന്താണ് സൗണ്ട്? ആരാണ് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ? വാട്സപ്പിലാണോ? അപ്പം ഇതാണ് നെസസിറ്റി പറയുന്നത്. ഓക്കെ, അപ്പം ഇത് സിലബസിൽ തന്നിട്ടുള്ളൊരു ഇതാണ് നെസസിറ്റി ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് എന്നുള്ളത്. ശ്രദ്ധിക്കുക, പഠിക്കുക. പിന്നെ എന്താണ്? എഫക്റ്റ് ഓഫ് ഡാംപ്നെസ്. ഡാംപ്നെസ് കൊണ്ട് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ്. ഡാംപ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് വരുന്നത് കൊണ്ട് എന്തൊക്കെ എഫക്റ്റുകളാണ് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് സ്ട്രക്ചറിന് സംഭവിക്കുക. എന്താണ്? പ്ലാസ്റ്റർ ആൻഡ് പെയിൻറ്റ് ഡാമേജ്. പ്ലാസ്റ്ററിങ്ങും അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്ങിനും എന്ത് സംഭവിക്കും? ഡാമേജ് സംഭവിക്കും. പിന്നെന്താണ്? റസ്റ്റിംഗ് ഓഫ് സ്റ്റീൽ. സ്റ്റീലുകൾ എന്ത് സംഭവിക്കാൻ തുടങ്ങും? തുരുമ്പെടുക്കാനായിട്ട് തുടങ്ങും. പിന്നെന്താണ്? ടിമ്പർ ഡിക്കെ. എന്താണ്? ടിമ്പറുകളുടെ നാശങ്ങൾ. പിന്നെന്താണ്? ഹെൽത്ത് ഹസാർഡ്സ്. അതായത് സ്ട്രക്ചറലായിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്ട്രക്ചറൽ എലമെൻസിൻ്റെ നാശങ്ങൾ. പിന്നെ എന്താണ്? ഡിക്രീസ്ഡ് തെർമൽ ഇൻസുലേഷൻ. എന്താണ് ഡിക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്താണ് ഡിക്രീസ് ചെയ്യുക? കുറയുക. ഇൻക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുക, ഡിക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയും. തെർമൽ ഇൻസുലേഷൻ കുറയും. തെർമൽ ഇൻസുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സൗണ്ട് പ്രൂഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? സൗണ്ടിനെ കടത്തി വിടാത്തത്. ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടത്തി വിടാത്തതാണല്ലോ. അപ്പോൾ തെർമൽ അതായത് ചൂടിനെ കടത്തി വിടാതിരിക്കുക. അപ്പോൾ ഈ ഡാംപ്നെസ് കൊണ്ട് എന്ത് സംഭവിക്കും? ചൂട് കുറക്കാൻ സാധിക്കും. ചൂട് കുറയും. അങ്ങനെയല്ല, അതായത് നിങ്ങൾ ഉദ്ദേശിച്ചത് മോയ്സ്ചർ വരുമ്പോൾ ചൂട് കുറയും, അതാണ് ഉദ്ദേശിച്ചത്. അതായത് തെർമൽ ഇൻസുലേഷൻ ഡിക്രീസസ്. തെർമൽ ഇൻസുലേഷൻ എന്ന് ചെയ്യുന്നത് എന്താ? ചൂടിനെ കടത്തി വിടുന്നത്, തടഞ്ഞു നിർത്തുന്നത് കുറയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. തെർമൽ ഇൻസുലേഷൻ ചൂടിനെ തടഞ്ഞു നിർത്തുന്നത് കുറയ്ക്കുന്നു. അപ്പൊ ചൂട് കൂടുതലല്ലേ ചെയ്യാ? RCCയുടെ മേലൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചൂട് അധികം ഉണ്ടാവില്ല RCCക്ക്. അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഡാംപ്നെസ് കൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡാംപ്നെസ്, ഡാം പ്രൂഫിങ്ങിന്റെ എഫക്റ്റ് അല്ല ചോദിക്കുന്നത്. ഡാംപ്നെസ് അതായത് നാശം സംഭവിച്ചു, അതായത് മോയ്സ്ചർ കൊണ്ട് നാശം സംഭവിച്ചാൽ ഉണ്ടാവുന്ന എഫക്റ്റുകൾ. അതായത് പ്ലാസ്റ്റർ നശിക്കുന്നു, പെയിന്റ് ഡാമേജ് വരുന്നു, സ്റ്റീല് റസ്റ്റിംഗ് ആവുന്നു, ടിമ്പർ നശിക്കുന്നു. ആലോചിക്കുമോ? അതുപോലെ തന്നെ തെർമൽ ഇൻസുലേഷൻ, അതായത് ചൂടിനെ കടത്തി വിടാതെ ഇരിക്കുന്ന ആ സംഭവത്തിൻ്റെ റേറ്റ് കുറയുക ചെയ്യുന്നത്. മനസ്സിലായോ? ഡാംപ്നെസ് ഇല്ലെങ്കിൽ, അതായത് ഡാംപ്നെസ് ഇല്ലെങ്കിൽ അല്ല, ഡാം പ്രൂഫ് കോഴ്സ് ഇല്ലെങ്കിൽ, ഡാം പ്രൂഫ് ഇല്ലെങ്കിൽ ഇത് ഡാംപ്നെസ് ആണ്. നോക്കിയ ഹെഡിങ് നോക്കിയ എഫക്റ്റ് ഓഫ് ഡാംപ്നെസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡാംപ്നെസ് കൊണ്ട്, അതായത് മോയ്സ്ചർ വന്ന്
നമ്മുടെ സ്ട്രക്ചറിന് ഉണ്ടാവുന്ന എഫക്റ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കണ്ട ഈ പോയിന്റ് കണ്ടില്ലേ, പ്ലാസ്റ്റർ ആൻഡ് പെയിന്റ് ഡാമേജ്. ഇത് നോക്കിയേ, ഡിക്രീസ്ഡ് തെർമൽ ഇൻസുലേഷൻ. തെർമൽ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചൂടിനെ കടത്തി വിടാതിരിക്കാനുള്ള കഴിവ്, അതല്ല തെർമൽ ഇൻസുലേഷൻ. അത് കുറയുന്നു, അതായത് ചൂടിനെ കടത്തി വിടും. അപ്പോൾ ഓൾറെഡി ബിൽഡിങ്ങിൽ ചൂട് കൂടും. ചൂട് കടത്തി വിടും. അതാണ് തെർമൽ ഇൻസുലേഷൻ കുറയും. ഈ എഫക്റ്റ് വരുന്നത് ഡിപിസി ചെയ്തില്ലെങ്കിലല്ലേ മാഡം? അതെ, അതാണ് എഫക്റ്റ് ഓഫ് ഡാംപ്നെസ് എന്ന് പറയുന്നത്. ഇത്ര നേരം പറഞ്ഞിട്ട് അത് മനസ്സിലായില്ല. എഫക്റ്റ് ഓഫ് ഡാംപ്നെസ് ഇല്ലെങ്കിൽ എഫക്റ്റ് ഓഫ് ഡാംപ്നെസ്, ഡാം പ്രൂഫ് കോഴ്സ് ആയിട്ട് നിങ്ങൾ പറയില്ല, ഇത് ഡാംപ്നെസ് ആണ്. വായിച്ചു നോക്കൂ, ഡാംപ്നെസ്. പ്ലാസ്റ്റർ നശിക്കും. അധിക കാലമായില്ല മാഡം, അധികം വളരെ ചുരുക്കം 1-2 വർഷമായിട്ടുള്ളൂ ഇപ്പൊ കേരളത്തിലൊക്കെ ഡിപിസി ഇത്രയും എന്റെ വീട്ടിൽ ഇതിന്റെയൊക്കെ എഫക്റ്റ് നല്ല നന്നായിട്ട് തന്നെ അറിയുന്നുണ്ട്. എന്റെ വീട്ടിൽ നേരത്തെ ഈ പറഞ്ഞ പോലെ താഴെ നിന്നുള്ള ബേസ്മെന്റിൽ നിന്നുള്ള ഈ വാട്ടറിന്റെ പെനിട്രേഷൻ കാരണം കുറെ ഭാഗങ്ങളിൽ ഇതുപോലെ പെയിന്റും ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. എന്റെ വീട്ടിലും ബെൽറ്റ് ഒക്കെ വാർത്തിട്ടുള്ളതില്ല. ബെൽറ്റ് ഒന്നും വാർത്തിട്ട് കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഇവിടെ വാട്ടറിന്റെ ലെവല് ഭയങ്കര കൂടുതലാ. അതായത് കമ്പികൾക്ക് പരസ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കമ്പികൾക്ക് പരസ്യം വന്നപ്പോ ഏത് കമ്പിയാണ് ഉപയോഗിക്കേണ്ടതായി എന്ന് പറയാൻ തുടങ്ങി. ഇപ്പൊ ഡാംപ്നെസിനെ കുറിച്ച്, ഡിപിസിനെ കുറിച്ച് കമ്പനികൾ പരസ്യം ചെയ്യാൻ തുടങ്ങിയപ്പോ അത് ഉപയോഗിക്കാൻ തുടങ്ങി. അത്ര തന്നെ. അതെ, അതായത് അത് അവർക്ക് അങ്ങനെ പരസ്യം ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പൊ അതെല്ലാവരും യൂസ് ചെയ്യും. ചെലവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സ്ട്രക്ചർ നല്ല നീറ്റായിട്ട് കൊണ്ട് നടക്കാം. അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറേഷൻ കൂടും, ലൈഫ് സ്പാൻ കൂടും. അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെയാണല്ലോ ഉപകാരം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതായത് വാട്ടറിൻ്റെ ലെവൽ ഇവിടെ ഭയങ്കര കൂടുതലാണ്. അതായത് തൊട്ടടുത്ത് പാടമാണ്, അപ്പോൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് കാരണം ബേസ്മെൻറ്റിൽ നിന്നുള്ള ഇത് കാരണം ഈ വോളിൻ്റെ താഴ്വശത്ത്, അതായത് ഫ്ലോറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് ഭയങ്കര പ്രശ്നമാണ്. അല്ല മേഡം, ഈ മുന്നേ ഇത് ചെയ്തിരുന്നില്ല, എപ്പോക്സി ചെയ്തില്ല. ഇപ്പൊ എപ്പോക്സി ചെയ്തപ്പോ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് മനസ്സിലായല്ലോ. അതെ, ഓരോന്ന് ചെയ്യുമ്പോഴാണ് അതിന്റെ മാറ്റം നമുക്ക് ഫീൽ ചെയ്യുക. ഓരോന്ന് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. അത് ചെയ്ത് തന്നെ പോണം. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഡാം പ്രൂഫ് കോഴ്സുകളൊക്കെ ബേസ്മെന്റിൽ നിന്ന് തന്നെ നന്നായിട്ട് ചെയ്തു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെയൊക്കെ ഓരോ എഫക്റ്റുകൾ കണ്ട് മനസ്സിലാക്കുമ്പോ തന്നെ നമ്മൾ ചെയ്യുള്ളൂ. ക്ലയന്റുകൾ തന്നെ പറയും. അവരോരോ സ്ഥലത്ത് കാണുന്നതും കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് പോലുള്ള കോൺട്രാക്ടർമാരൊക്കെയാണ് ഏറെ പ്രചാരം കൊടുക്കുന്നത്. അതെ, പിന്നെ ഇങ്ങനെയുള്ള ഏറ്റവും പരസ്യങ്ങൾ സീരിയൽ നേരത്താണ്. അപ്പൊ ലേഡീസിന് പെട്ടെന്ന് മനസ്സിലാവിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സീരിയലൊക്കെ പരസ്യം കൊടുക്കുന്നത്. വീടിന്റെ പരസ്യം, സിമെന്റിന്റെ പരസ്യം, പെയിന്റിന്റെ പരസ്യം തന്നെ ഇഷ്ടം പോലെ. പരസ്യം കൊറേ പെയിന്റിന്റെ പരസ്യങ്ങൾ വരുന്നുണ്ട്. കൂടുതലും വീടുകളിലെ സാധനങ്ങള്, അവരുപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ ആ ടൈമില്ല. നമ്മളൊക്കെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാറ്റും. വീട്ടിലുള്ളൊരു മാറ്റമില്ല പരസ്യം. ഇതിപ്പോ പെയിന്റിന്റെ പരസ്യങ്ങളൊക്കെ കുറെ വരുന്നുണ്ട് ഇതുപോലെ. അത് ആൾക്കാർ കണ്ട് തന്നെ അത് യൂസ് ചെയ്യാൻ തുടങ്ങുള്ളൂ. യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും യൂസ് ചെയ്തേ പറ്റൂ. അതെ, എന്തായാലും ചെയ്യണം. എന്താണ് അടുത്ത ക്ലാസ് എടുക്കാൻ മതിയോ? നാളെ സൺഡേ അല്ലേ? സൺഡേസിൽ ക്ലാസ് വെക്കാറില്ല. ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിന് ഇപ്പം എന്തായാലും 7-ാം തീയതി ഉണ്ടല്ലേ,
നല്ല ദിവസം പറയാം. 8-ാം തീയതിയാണ് വെച്ചിട്ടുള്ളത്. 8ഉം 12ഉം 19 ആണ് ഇപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ.